ലാസറിന് രണ്ട് സഹോദരിമാരുണ്ട്. ഒരാളുടെ പേര് മാർത്ത എന്നും അടുത്തൊരാളുടെ പേര് മറിയ എന്നും. രണ്ട് സഹോദരിമാര്. പ്രൈസ് ദി ലോർഡ്. ഇവർ രണ്ടുപേർക്കും പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ഒന്നാണ്. രണ്ടുപേരും ഒരേ വീട്ടിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ രണ്ടുപേർക്കും പ്രശ്നവും രണ്ടുപേരുടെയും രീതികൾ വ്യത്യാസമാണ്. നോക്കിയേ, യേശു കർത്താവ് ബഥാനിയിൽ വന്നപ്പോ മാർത്തയാണ് യേശുവിനെ വീട്ടിലോട്ട് കൈക്കൊണ്ടത്. ഇവരെ രണ്ടുപേരെയും കുറിച്ച് വേദപുസ്തകത്തിൽ 3 ഭാഗങ്ങളിലാണ് സാധാരണ പറയുന്നത്. നമ്മൾ അധികം ഒന്നും കാണത്തില്ല. ഒന്ന് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിലും, രണ്ടാമതായിട്ട് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിലും, മൂന്നാമത് നിങ്ങൾ കാണുന്നത് 12-ാം അധ്യായം യോഹന്നാൻ സുവിശേഷത്തിൽ കാണാൻ കഴിയും. അത് യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച ശേഷം ആ ലാസറിന്റെ ഭവനത്തിൽ വെച്ച് ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ 3-ാമത്തെ പ്രാവശ്യം ഇത് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഈ ഭാഗത്തിനകത്ത് നിന്ന് പ്രൈസ് ദി ലോർഡ് യേശു കർത്താവിന്റെ അടുക്കലിരുന്ന മാർത്തയെ മറിയയും കുറിച്ചും, അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ വലിയൊരു വിഷയം നടക്കുമ്പോൾ അവരെങ്ങനെ കർത്താവിൽ അവർ ഉറച്ചു നിന്നു എന്നുള്ളതും നമ്മൾ ഈ ഭാഗത്ത് കാണാൻ കൊണ്ടും സാധിക്കും. നോക്കിയേ, ഇവിടെ യേശു കർത്താവ് ബഥാനിയിൽ വന്നപ്പോ, ഗ്രാമത്തിലോട്ട് വന്നപ്പോ മാർത്ത പോയി യേശുവിനെ വീട്ടിലോട്ട് വെൽക്കം ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ വീട്ടിലോട്ട് കൊണ്ടുവന്നത് മാർത്തയാ. പൊതുവെ ഈ ഭാഗം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മാർത്ത ജ്യേഷ്ഠ സഹോദരിയായിരിക്കും, മൂത്തവളായിരിക്കും. മറിയ മിക്കവാറും ഇളയവളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തെന്നറിയാമോ? വീട്ടിൽ ആള് വന്നു കഴിഞ്ഞപ്പോൾ മാർത്തയ്ക്ക് ഭയങ്കര പരവേശമുണ്ടായി. എന്തുവാ പരവേശം എന്നറിയാമോ? വന്നിരിക്കുന്നവർക്കെല്ലാം ആഹാരം വെച്ച് വിളമ്പി കൊടുക്കണം. യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ട്? 12 ശിഷ്യന്മാരുണ്ട്. ഈ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്ലസ് 3 പേര്, പ്രൈസ് ദി ലോർഡ്, മാർത്തയും മറിയയും ലാസറിനെയും കൂടെ കൂട്ടിയാൽ ഏകദേശം 15 പേർക്കുള്ള ആഹാരം തയ്യാറാക്കണം. ഇതെന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഇതിനുള്ള ഒരു ഭാരം, ഭയങ്കരമായ ഒരു ആവലാതി, ഭയങ്കരമായ ഒരു ഭാരം മാർത്തയെ പൊതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആഹാരം ഉണ്ടാക്കണം, കഴിക്കാനുള്ളത് ഉണ്ടാക്കണം, കുടിക്കാനുള്ളത് ഉണ്ടാക്കണം. അങ്ങനെ ഇവരൊക്കെ സൽക്കരിക്കാനുള്ള തിരക്കില് അവളിങ്ങനെ ഓടി നടക്കുമ്പോ അവൾ നോക്കുമ്പോ അവളുടെ സഹോദരിയായ മറിയ യേശുവിന്റെ കാൽക്കൽ വന്നങ്ങ് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കാൽക്കൽ വന്നിരിക്കുമ്പോ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് മാർത്ത പറയുക, കർത്താവേ നോക്കിയേ, ഞാൻ ഇവിടെ ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ഇന്നിപ്പോ യേശു ശിഷ്യന്മാര് വന്നിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ വന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ആഹാരം തയ്യാറാക്കുക. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ നീ നോക്കിയേ, എന്റെ സഹോദരിയായ മറിയ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിന്റെ കാൽക്കൽ വന്നിരിക്കുക. യേശു അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മറിയ നിന്നെ പോലെയല്ല. അവൾ എന്തുവാ ചെയ്തത്? അവൾ എന്റെ കാൽക്കൽ ഇരിക്കുവാൻ അവൾ തീരുമാനിച്ചത് കൊണ്ട് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. ഏതാ ആ ഒന്നെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും പലപ്പോഴും ചിന്തിക്കും, കർത്താവിന് വേണ്ടി എനിക്ക് ഇങ്ങനെ ചെയ്യണം, കർത്താവിന് വേണ്ടി എനിക്ക് ഓടി നടക്കണം, കർത്താവിന്റെ നാമത്തിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകണം, കർത്താവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ് അത് കാര്യം ചെയ്യണം, ഇങ്ങനെ കാര്യം ചെയ്യണം. കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നതിനെ കർത്താവിന്റെ പാദമെടുത്തിരിക്കുന്നതുമായിട്ട് നിങ്ങൾ ഒരിക്കലും തുലനം ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. അതൊരിക്കലും അങ്ങനെ കൂട്ടി വായിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നതിനെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതായിട്ട് ഒരിക്കലും കാണരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിൽ ചെയ്ത് വെച്ചിട്ട് ചില സമയത്തൊക്കെ നമ്മൾ ഈ ദൈവദാസന്മാരോടായാലും വിശ്വാസമായാലും പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഞാൻ ശുശ്രൂഷ ചെയ്തിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ പേര് ചെയ്ത് ഭയങ്കര തിരക്കില്ല, എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല. ദൈവസന്നിധിയിൽ ഇരിക്കാതെ പിന്നെ എന്തുവാ ശുശ്രൂഷ? നിങ്ങൾ പ്രാർത്ഥിക്കാതെ എങ്ങനെ ഒരു ആത്മീയം ജീവിക്കുന്നേ? നമ്മൾ ദൈവമക്കളാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യോമർക്ക് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജഡസ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിനുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. 2 രീതിയിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ലോക മനുഷ്യനായി ജഡപ്രകാരം ജീവിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ ആത്മീകനായി ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. മറിയ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഞാൻ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കാം. യേശു പറയുക, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും, ഇംഗ്ലീഷിൽ എന്തുവാ പറയുന്നത്? യു ആർ സോ ആങ്ഷ്യസ് ആൻഡ് യു ആർ വറീഡ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഭയങ്കര ഉത്കണ്ഠയാ, നിനക്ക് ഭയങ്കര ആദിയാ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒട്ടും വരാത്ത കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ചിന്തിക്കും. ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ട് ആദി പിടിച്ചിട്ട് ടെൻഷൻ അടിച്ച് BP കൂട്ടി കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. കുഞ്ഞേ, ഇന്ന് പകൽക്കാലം ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുക, നിന്നെ കൊണ്ട് കൂടി ആ കൂട്ടത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, നീ വന്ന് കർത്താവിന്റെ കാൽക്കലിരിക്കേ. നമ്മൾ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് അങ്ങ് നോക്കുക. നിങ്ങൾ ഇവിടെ നോക്കി, യേശു കർത്താവ് പഠിപ്പിക്കുന്ന സിമ്പിൾ മാത്തമാറ്റിക്സ് ഉണ്ട്. എന്താണെന്നറിയാമോ? 1 = many. ഒന്ന് പലതിനോടും തുലനം ചെയ്ത് പറയുക. 1 = many എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട്
പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊരു പ്രതിവിധിയേ ഉള്ളൂ. എന്തുവാ അത്? നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാർത്തേ, നീ പലതിനെ ചൊല്ലി ചിന്തിച്ച്, നീ ആകുലപ്പെട്ട്, നീ ആദ്യ പിടിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നീ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോ കർത്താവ് പറഞ്ഞു കൊടുക്കുക, കുഞ്ഞേ, നീ വന്ന് എന്റെ കാൽക്കലിരിപ്പാൻ നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിന്റെ പല വിഷയങ്ങൾക്കുള്ള മറുപടി നീ എന്റെ കാൽക്കലിരിക്കുമ്പോ തമ്പുരാൻ അത് ചെയ്തെടുക്കും. Learn to sit at the feet of Jesus. Praise the Lord. നമ്മൾ ഒത്തിരിയും ആലോചിച്ചു കൂട്ടുന്നവരാ. നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് കർത്താവിനും അറിയാം, നമുക്കും അറിയാം. എന്നാലും നമ്മളങ്ങ് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. കൂടി ചിന്തിച്ച് ആകുലപ്പെട്ട് ആദി പിടിച്ച്, എന്തിനൊന്നേ ആദി പിടിക്കുന്നത്? എന്തിനാ ആകുലപ്പെടുന്നത്? തമ്പുരാന് പദ്ധതികളുണ്ട്. തമ്പുരാൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്ക്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഇസ്രായേലിനോട് ഇങ്ങനെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ മിണ്ടാതിരുന്ന് ദൈവമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. യെരിഹോ മതിൽ ചുറ്റി വരുന്ന ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ 6 ദിവസം ചുറ്റണം. പ്രൈസ് ദി ലോർഡ്. 7-ാം ദിവസം നിങ്ങൾ ഉച്ചത്തിൽ പ്രൈസ് ദി ലോർഡ് ആർപ്പിട്ടുകൊണ്ട് അതിന്റെ ചുറ്റിലും നടക്കുമ്പോ പ്രൈസ് ദി ലോർഡ് ആ മതിൽ നിങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴും. കാര്യം എന്തെന്നറിയാമോ? നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഉള്ളത് കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിൽ ശക്തന്മാരുള്ളത് കൊണ്ടല്ല, നിങ്ങൾ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളായത് കൊണ്ടാണ്. ഈ 6 ദിവസവും മിണ്ടാതെ നടക്കാൻ പറയുന്നത് അറിയാമോ? ഇനി എങ്ങാനും മിണ്ടിയിരുന്നെങ്കിൽ ഒരാൾ മറ്റൊരാളോട് പറയും, ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരായുധം ഇല്ലാതെ ഒരു മതിലിടിക്കുന്നേ? ഇവിടെ വലിയ വലിയ ആയുധങ്ങളുണ്ട്, വലിയ വലിയ കോപ്പുകളൊക്കെ ഉണ്ട്. അതെല്ലാം വിട്ടേച്ച് ചുമ്മാതെ ചുറ്റി നടക്കുമ്പോൾ മതിലിടിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ട് ഈ പരിപാടി നിർത്തിച്ച് നമുക്ക് വീട്ടിൽ പോകാമെന്ന് ഇവരൊക്കെ തമ്മിൽ പറയും. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു ഇവരോട് എല്ലാവരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. Shut up, sit down and know that I am your Lord. മിണ്ടാതിരുന്ന് ഞാൻ നിന്റെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഭാരങ്ങൾ ഒരുപാടാ, നമ്മുടെ ചിന്തകൾ ഒരുപാടാ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ കർത്താവിനെ നമ്മൾ പ്രവർത്തിപ്പാൻ തടസ്സമായിട്ട് നിൽക്കുക. നമ്മൾ ആകുലപ്പെടുമ്പോൾ, നമ്മൾ ആദ്യ പിടിപ്പിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ആദ്യ പിടിച്ചിട്ട് നമ്മൾ ഉള്ളം കലങ്ങി, മനം കലങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മാർത്ത പല കാര്യങ്ങളാ. അവളിപ്പോൾ ചിന്തിക്കുക, അടുത്ത 1 മണിക്കൂറിനകത്ത് ആഹാരം കൊടുക്കണം, വന്നിരിക്കുന്നവർക്കൊക്കെയും അതൊക്കെ റെഡിയാക്കണം. മറിയ വരുന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഓടി നടക്കുക, അടുക്കളയിൽ പോകണം, പുറത്തു വരണം, കടയ്ക്ക് പോകണം. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തിരക്ക് നടക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി ഇരിക്കുക. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരുന്നു. അതെന്തുവാ? അത് എന്റെ കർത്താവിന്റെ കാൽക്കലിരുന്ന് ശ്രദ്ധിപ്പാനാ. ഇനിയൊരു വേദഭാഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ ശ്രദ്ധ തിരിക്കാം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിലോട്ട് വന്നേ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 17-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരുന്ന വായിച്ച്. യേശു അവിടെ എത്തിയപ്പോൾ, 17-ാമത്തെ വാക്യത്തിൽ, യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ഈ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാമോ? നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചൊരു പാഠമുണ്ട്. അതെന്നറിയാമോ? സാഹചര്യവുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടണം. സാഹചര്യവുമായി പൊരുത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പറയും കുഴപ്പമില്ല, അതങ്ങ് ഇരുന്നോട്ടെ, അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിച്ചാൽ മതി. കഷ്ടപ്പാടാണെങ്കിൽ കുഴപ്പമില്ല, കഷ്ടപ്പാടുമായിട്ട് അങ്ങ് ജീവിക്കാൻ പഠിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ പഠിച്ചാൽ മതി. ഇവിടെ കർത്താവ് വന്ന് നോക്കിയേച്ച് പ്രൈസ് ദി ലോർഡ് 4 ദിവസമായി കഴിഞ്ഞപ്പോൾ സഹോദരൻ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. മാർത്തയുടെയും മറിയയുടെയും ഒറ്റ സഹോദരനായ ലാസർ മരിച്ചിട്ട് എത്ര ദിവസമായി? 4 ദിവസമായി. 4 ദിവസമായി കല്ലറയിൽ വെച്ചിട്ട് അവർ ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. മാർത്തയ്ക്ക് അറിയാം ഇനി അത്ഭുതത്തിന് സാധ്യതയില്ല. മറിയ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ആ വീട്ടിൽ വേറൊരു അത്ഭുതത്തിന് സാധ്യതയില്ലാതിരിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ വന്നിട്ട് പ്രൈസ് ദി ലോർഡ് ആ ഭവനത്തിനകത്തേക്ക് കടന്നു വരിക. 4-ാമത്തെ ദിവസം മരിച്ചു കഴിഞ്ഞ് 4-ാമത്തെ ദിവസം കർത്താവ് അവിടെ വന്ന് എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടിരിക്കുന്ന ദൈവമക്കളോട് പറയാം, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്കെതിരെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്കെതിരെ വിഷയങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ ആ സാഹചര്യത്തിന് അടിയറവ് പറയുകയല്ല വരേണ്ടത്. പകരം നിങ്ങൾ വിശ്വാസത്തോൽ അതിനെതിരെ നിൽക്കണം, അതിനെതിരെ നിന്ന് പ്രാർത്ഥിക്കണം. സാഹചര്യങ്ങളെ അതിജീവിപ്പാനുള്ള കൃപ കർത്താവ് ദൈവമക്കൾക്ക് തന്നിരിക്കുകയാണ്. സാഹചര്യം പ്രതികൂലമായി വരുമ്പോൾ ആർക്കെതിരെയും വിരൽ ചൂണ്ടരുത്. സാഹചര്യം പ്രതികൂലമായി വരുമ്പോൾ ആരെയും കുറ്റം വിധിക്കരുത്. സാഹചര്യം പ്രതികൂലമായി വരുമ്പോൾ എന്റെ വിധി എന്ന് പറഞ്ഞ് കീഴടങ്ങരുത്. പകരം പറയണം, യേശുവിന്റെ നാമത്തിൽ എനിക്കിതിന് വിജയമുണ്ട്. എന്റെ കർത്താവ് മരണത്തെ ജയിച്ചവനാ, എന്റെ കർത്താവ് പാതാളത്തെ കീഴ്പ്പെടുത്തിയവനാ, എന്റെ കർത്താവ് വിജയം തന്നവനാ, എന്റെ കർത്താവ് ശത്രുവിന്റെ അവന്റെ അകല അധികാരത്തെയും ക്രൂശിൽ ജയിച്ചിട്ട് ജയോത്സവം കൊണ്ടാടിയ കർത്താവ്. അതുകൊണ്ട് എനിക്ക് ജയം തന്നിരിക്കുക. അതുകൊണ്ട് ഇതെന്റെ വിധിയല്ല, എന്റെ കർത്താവ് എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. മരിച്ച് 4 ദിവസമായി. ലാസറിന്റെ ഭവനത്തിൽ വന്നപ്പോ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നേ. ഞാൻ പണ്ടൊരിക്കൽ സഹോദരിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയപ്പോ രോഗാവസ്ഥയിൽ കിടക്കയില്ല. അവരുടെ ഭർത്താവ് വിളിച്ചേച്ചു പറഞ്ഞു, ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
ഞാൻ പോയി പ്രാർത്ഥിക്കുന്നതിന് സാധാരണ ചെയ്യുന്നത് പോലെ കുറച്ച് വചനമൊക്കെ പറഞ്ഞു കൊടുത്തു. വചനം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, യേശു കർത്താവ് നിങ്ങളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നെ നോക്കി ഒന്ന് ചിരിച്ചു, സഹോദരി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഇവിടെ കിടന്നാലും ഇനി കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ എന്നെ കർത്താവ് എടുത്താലും ഞാൻ ഇങ്ങനെ അങ്ങ് തീർന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഇനി പ്രാർത്ഥിക്കേണ്ടേ ആവശ്യമില്ല. നിങ്ങൾ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ഇതെന്റെ വിധിയാ, ഇതിങ്ങനെ തീരത്തുള്ളൂ, ഞാൻ ഇങ്ങനെ തകർന്നു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അങ്ങ് ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ തമ്പുരാന് നിങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ നിങ്ങളൊരു തടസ്സമായി നിൽക്കുകയാണ്. വിശ്വാസത്തോടെ പറയണം, എൻ്റെ തമ്പുരാന്, എൻ്റെ കർത്താവിന് എൻ്റെ വിഷയങ്ങളെ മാറ്റുവാൻ കഴിയും, എൻ്റെ കർത്താവിന് എൻ്റെ രോഗത്തെ മാറ്റുവാൻ കഴിയും, എൻ്റെ കർത്താവിന് എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും, എൻ്റെ കർത്താവിന് അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ കഴിവുള്ള കർത്താവാണ്. യേശു വന്നു കഴിഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. കർത്താവേ നീ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. കർത്താവ് പറയുക, ഞാൻ നിന്നോട് പറയുക മാർത്തയെ, യേശു അവരോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് ഇത് പറഞ്ഞത് എന്തിനാ? കർത്താവ് എന്തിനാ ചെയ്യാത്തേ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് മാർത്തയോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് എന്തിനാ? പകരം യേശു കർത്താവിന് നേരെ പോയി ലാസറിനെ ഉയർപ്പിച്ചാ പോരെ? എന്താണെന്നറിയാമോ? ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയത്തില്ല. തമ്പുരാന് അത്ഭുതം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ആവശ്യമാണ്. ദൈവത്തോട് പറയണം, കർത്താവേ ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ഞാൻ ഉറച്ചു വിശ്വസിക്കുക, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, ഇനി കഴിയത്തില്ല, സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അത് ഞാൻ വിശ്വസിക്കുക. കർത്താവേ, മാർത്തയോട് ചോദിക്കുക, മാർത്തയെ നീ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും? മാർത്ത എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. മാർത്തയുടെ പ്രശ്നം എന്തെന്നറിയാമോ? വിശ്വാസമില്ലായ്മ മാത്രമല്ല, കുറെ മുൻവിധികളുണ്ട്, കുറെ പഠിച്ച കുറെ പാഠങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പണ്ട് മുതലേ പഠിച്ചു വളർന്ന കുറെ കാര്യങ്ങൾ അവൾക്ക് അറിയാം. അവൾ അതുകൊണ്ട് പറയുക, ഒടുക്കത്തെ പുനരുത്ഥാനത്തില് ഭക്തന്മാരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാ. എനിക്ക് പണ്ട് മുതലേ അറിയാം അങ്ങനെ ഒരു സംഭവമുണ്ട്. കർത്താവ് അതല്ല ഉദ്ദേശിച്ചത്. കർത്താവ് ചോദിച്ചു, മാർത്തയെ നിനക്ക് വിശ്വാസമുണ്ടോ നിന്റെ വീട്ടിനകത്ത് അത്ഭുതം നടക്കുമെന്ന്? മാർത്തയെ നിനക്ക് വിശ്വാസമുണ്ടോ നിന്റെ ജോലി സ്ഥലത്ത് അത്ഭുതം നടക്കുമെന്ന്? മാർത്തയെ നിനക്ക് വിശ്വാസമുണ്ടോ നിന്റെ കുടുംബജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന്? മാർത്തയെ നിനക്ക് വിശ്വാസമുണ്ടോ നിന്റെ തലമുറയിൽ അത്ഭുതം നടക്കുമെന്ന്? നീ വിശ്വാസത്തോടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തോട്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ തയ്യാറായാൽ തമ്പുരാൻ പ്രവർത്തിക്കാൻ റെഡിയാ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയത്തില്ല. മാർത്ത പറയുക, ഒടുക്കത്തെ പുനരുദ്ധാന നാളിൽ ഞാൻ സിനഗോഗുകളിൽ കേട്ടിട്ടുണ്ട്, പണ്ട് മുതലേ തോറയിലൊക്കെ ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്, ഒടുക്കത്തെ പുനരുദ്ധാന നാളിൽ ഭക്തന്മാരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. അത് എനിക്കും അറിയാം. കർത്താവ് പറഞ്ഞു, നിന്റെ ജനറൽ നോളജ് അല്ല എനിക്ക് വേണ്ടത്, നിനക്ക് ബൈബിളിനെ കുറിച്ച് എത്ര അറിയാമെന്നുള്ളതല്ല. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഈ പുസ്തകം വായിക്കുന്നത് ജനറൽ നോളജിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ആദാമിന്റെ ഭാര്യയുടെ പേരെന്ത്, ആദാം എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു, മെഥൂശലഹ് എത്ര വർഷം വരെ ജീവിച്ചിരുന്നു, നോഹയുടെ മക്കൾ ആരൊക്കെ, ഇതൊക്കെ ജനറൽ നോളജാ. ഇതിനേക്കാൾ അപ്പുറമായി ഇതിനകത്തൊരു വെളിപാടുണ്ട്, ഇതിനകത്ത് വാഗ്ദത്തങ്ങളുണ്ട്. ദൈവമക്കളെ, വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മുൻവിധികളെ തകർക്കുന്ന വാഗ്ദത്തങ്ങളെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം, എത്ര പഴകിയതാണേലും എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും, ആരെല്ലാം കൈവിട്ടതാണേലും, ആരെല്ലാം കൈവിട്ട കേസാണേലും, ആരെല്ലാം നടക്കത്തില്ല എന്ന് പറഞ്ഞാലും, എൻ്റെ ഭവനത്തിനകത്തുള്ള വിഷയത്തിൽ അത്ഭുതം ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും. വിശ്വസിച്ചവർ ദൈവത്തിന്റെ മഹത്വം, എന്റെ കർത്താവ് തന്നെ അത് പറഞ്ഞതാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഒന്നേ ഉള്ളൂ. എന്തുവാ? അവിശ്വാസം. കർത്താവിന് പ്രവർത്തിപ്പാൻ തടസ്സമായി നിൽക്കുന്നത് അവിശ്വാസം. കണ്ടോ മാർത്തയെ കണ്ടോ? മാർത്ത യേശു കർത്താവ് ഭവനത്തിൽ വന്നപ്പോ യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതിന് പകരം തിരക്കായിരുന്നു. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു. വീട്ടിനകത്തൊരു തട്ടുകേട് വന്നപ്പോൾ, വീട്ടിനകത്തൊരു പ്രശ്നം വന്നപ്പോൾ, ഭവനത്തിനകത്തുണ്ടായിരുന്ന നന്മ മുടങ്ങിപ്പോയപ്പോൾ, ഭവനത്തിലുണ്ടായിരുന്ന ഏക സഹോദരൻ മരിച്ചു പോയപ്പോൾ മാർത്തയ്ക്ക് ഇപ്പോഴും ഒന്നും അറിയത്തില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവൾ പിന്നെയും പറയുക, കർത്താവെ, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കും എന്ന് എനിക്കറിയാം. പക്ഷെ മാർത്തയ്ക്ക് ഒന്നും അറിയത്തില്ല. കർത്താവിന്റെ പാൽക്കലിരുന്നാൽ, കർത്താവിന്റെ പാദപീഠത്തിരുന്നാൽ വീട്ടിനകത്ത് അത്ഭുതം നടക്കും.
എന്തിനാ യേശു കർത്താവ് മാർത്തയോട് പിന്നെയും പിന്നെയും ചോദിച്ചു? നിങ്ങൾ ആദ്യം ഓർക്കണം, യേശു കർത്താവ് ബഥാനിയിൽ വന്നിട്ട് 2 സഹോദരിമാരാ, മാർത്തയും മറിയയും അല്ലേ. മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്ന് യേശു പറയുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. അവൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുന്നൊന്നുമില്ല. അവൾ പറയുക, ഇതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി കഞ്ഞി കുടിച്ച് മീറ്റിംഗ് അവസാനിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. കർത്താവിനെ കിട്ടുന്ന സമയത്ത് കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കണം, വചനം കേൾക്കണം, കർത്താവിനെ ഒന്ന് അറിയണം. ആ സ്നേഹത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ മറിയയ്ക്ക് കഴിഞ്ഞില്ല. മറിയ അതുകൊണ്ട് മാർത്തയുടെ ആ ടെൻഷനൊന്നും ഇങ്ങോട്ട് എടുത്തില്ല. മാർത്ത എന്തുവാ, ഭയങ്കര ആദിയാ, ഭയങ്കര വെപ്രാളം പിടിച്ചു. നിങ്ങളിവിടെ നോക്കിയേ, ലാസർ മരിച്ചു കഴിഞ്ഞു, യേശു വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ഓടി വന്നത് ആരാ? മാർത്തയാ, മറിയല്ല. മറിയ അങ്ങ് വീട്ടിലിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മാർത്ത ഓടി വന്നു, യേശുവിനെ കണ്ട, കർത്താവേ, അയ്യോ എന്റെ സഹോദരൻ മരിച്ചു പോയി, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉത്കണ്ഠ പിടിച്ച്, ആദി പിടിച്ച്, വെപ്രാളം പിടിച്ച് അങ്ങ് കരയും പുലപിക്കുകയും നിലപിക്കുകയും ചെയ്യുക. കാര്യമെന്തെന്നറിയാമോ? മാർത്തയ്ക്ക് ആദി ഉള്ളിലടക്കാൻ അറിയത്തില്ല. അവൾ അങ്ങനെ ഉത്കണ്ഠപ്പെട്ടങ്ങ് നടക്കുകയാണ്. യേശു കർത്താവ് പറയുക, മാർത്തയെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത്രയും പറഞ്ഞ ശേഷം കണ്ടോ, ഇത്രയും പറഞ്ഞ ശേഷം യേശു കർത്താവ് ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുത്ഥാനവും, ഇതൊരു വാഗ്ദത്തമാണ്. ദൈവമക്കൾ വിശ്വസിച്ചോളൂ, ഇതൊരു വാഗ്ദത്തമാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ ചത്തതിനെ ജീവിപ്പിക്കാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന ദൈവശക്തി ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങ് വിശ്വസിക്കണം. ചത്തതിനെ ജീവിപ്പിക്കാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന ദൈവശക്തിയിൽ അബ്രഹാം വിശ്വസിച്ചു. അവന് 100 വയസ്സായിട്ടും തലമുറ ഇല്ലാതിരുന്നിട്ടും അവന്റെ നിർജീവമായി പോയ അവന്റെ ശരീരത്തിൽ നിന്ന് തലമുറയെ പുറത്തെടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയിൽ സംഭവിക്കും. നിങ്ങളുടെ വിശ്വാസത്തിൽ അത് സംഭവിക്കാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മാർത്ത അത് കേട്ടപ്പോൾ മാർത്ത എന്ത് ചിന്തിച്ചെന്നറിയാമോ? കർത്താവ് പുതിയൊരു കാര്യം പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പുതിയ കാര്യം പറഞ്ഞതല്ല, കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞതാ. മാർത്ത അതിനും മറുപടി പറഞ്ഞു, കർത്താവേ, എനിക്കറിയാം നീ തന്നെ പുനരുത്ഥാനവും ജീവനും ഒക്കെ, അതും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്റെ വീട്ടിനകത്ത് അത്ഭുതം നടക്കുമെന്ന് എനിക്ക് വിശ്വാസം പോരാ. കർത്താവെ, 4 ദിവസമായി. താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ഭാഗത്ത് മാർത്ത പറയുന്നുണ്ട്, യേശു കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുമ്പോൾ മാർത്ത പറയുന്നുണ്ട്, കർത്താവ് മരിച്ചിട്ട് 4 ദിവസമായി, ലാസർ മരിച്ച് 4 ദിവസമായി, അതിന് നാറ്റം വെച്ചു എന്ന് ആരാ പറഞ്ഞേ? മാർത്തയാ പറഞ്ഞേ. മറിയ അത് പറഞ്ഞില്ല, യേശു കർത്താവ് അത് പറഞ്ഞില്ല. കാര്യം എന്തെന്നറിയാമോ? വിശ്വസിക്കുന്നവൻ പറയത്തില്ല, അവനെ പുറത്തിറക്കാനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അവിടെ സൗഖ്യം നടക്കേണ്ടതാ, അവിടെ വിടുതൽ നടക്കേണ്ടതാ, അവിടെ അത്ഭുതം നടക്കേണ്ടതാ. അതുകൊണ്ട് കർത്താവ് മരിച്ചതാണേലും കല്ലറയ്ക്കലാണേലും 4 ദിവസമാണേലും കർത്താവ് പറഞ്ഞില്ല നാറ്റം വെച്ചെന്ന്. അവിശ്വാസം കൊണ്ട് നിറഞ്ഞ മാർത്ത പറഞ്ഞു, കർത്താവേ, 4 ദിവസമായി അത് നാറ്റം വെച്ചിട്ടുണ്ട്. നമ്മളെയൊക്കെ അത്ഭുതങ്ങൾക്ക് തടസ്സം നമ്മൾ തന്നെ. 4 ദിവസമാവട്ടെ, 40 ദിവസമാവട്ടെ, 4 വർഷമാകട്ടെ, 40 വർഷമാകട്ടെ, എൻ്റെ കർത്താവ് തൊട്ടാൽ അത്ഭുതം നടക്കും. ഇന്ന് പകൽക്കാലം ഇന്ന് വിശ്വസിക്കുക. ദൈവത്തോട് പറ, കർത്താവേ, ചത്തതിനെ ജീവിപ്പിക്കാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന ദൈവശക്തിയിൽ ഞാൻ വിശ്വസിക്കുക. കർത്താവെ, ഞാൻ കേട്ടതും അറിഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞതും എല്ലാം കർത്താവിൻ്റെ കാൽക്കലേക്ക് ഞാൻ മാറ്റിവെച്ചിട്ട് ഇന്ന് പകൽക്കാലം ഞാനൊന്ന് വിശ്വസിക്കുക. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. യേശു കർത്താവ് പിന്നെയും പിന്നെയും മാർത്തയോട് ചോദിക്കുക, മാർത്തയെ, നീ ഇത് വിശ്വസിക്കുന്നുവോ? മാർത്തയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, കർത്താവ് എന്നെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നോട് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മാർത്ത പറഞ്ഞു, നേരെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് മറിയോട് പറഞ്ഞു, നിന്നെ കർത്താവ് വിളിക്കുന്നുണ്ട്. മറിയെ, നിന്നെ കർത്താവ് വിളിക്കുന്നുണ്ട്. മറിയ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ആ ഭാഗം കൂടെ വായിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. നിനക്ക് വിശ്വാസമുണ്ടോ? മാർത്തയെ കർത്താവ് തൊട്ടാൽ നിന്റെ ഭവനത്തിനകത്ത് സൗഖ്യം നടക്കുന്ന വിശ്വാസമുണ്ടോ? കാര്യം എന്തെന്നറിയാമോ? കാൽക്കൽ ഇരിക്കേണ്ട സമയത്ത് തിരക്ക് പിടിച്ച് നടന്നതാ. മുട്ടുമടക്കേണ്ട സമയത്ത് ആദി പിടിച്ച് നടന്നതാ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉഴപ്പി നടന്നതാ. ദൈവത്തിൽ ഇരിക്കേണ്ട സമയത്ത് ലോകകാര്യങ്ങളിൽ ഇടപെട്ട് നടന്നതാ. വീട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നടത്താൻ അറിയത്തില്ല. കർത്താവ് ചോദിക്കുക, ഇത് ഇങ്ങനെയല്ല തീർക്കേണ്ടത്, ഇത് വിശ്വാസത്തിൽ തീരേണ്ട വിഷയമാണ്.
പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭവനത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് നീ ഇതുവരെ ചിന്തിച്ചതൊക്കെയും അതിനെതിരെ നിനക്ക് വിപരീതമായി ഈശാനമൂലൻ ആഞ്ഞടിച്ചിരിക്കുമ്പോ, നിന്റെ ഭവനത്തിന് വിരോധമായി പ്രതികൂലക്കാറ്റ് കടന്നു വന്നിരിക്കുമ്പോ നീ ഇപ്പൊ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. തമ്പുരാനെ അങ്ങ് വിശ്വസിക്കുക. മാർത്തയെ നീ വിശ്വസിച്ചാൽ ഇപ്പൊ അത്ഭുതം നടക്കും. മാർത്തയെ നീ ഇപ്പൊ വിശ്വസിച്ചാൽ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ സഹോദരൻ മടങ്ങി വരും. മാർത്തയെ ഇപ്പൊ നീ വിശ്വസിച്ചാൽ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്രമിക്കുന്ന ലാസർ ജീവനോടെ പുറത്തിറങ്ങി വരും. മാർത്ത വന്ന് യേശുവിനോട് സംസാരിക്കുക, മറിയ വന്ന് നേരെ യേശുവിന്റെ കാൽക്കലങ്ങ് വീഴുകയാ. വ്യത്യാസം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. മാർത്ത ഈസ് എ വർക്കർ, മേരി ഈസ് എ വർഷിപ്പർ. പ്രൈസ് ദി ലോർഡ്. മാർത്ത ഈസ് എ വർക്കർ, മേരി ഈസ് എ വർഷിപ്പർ. മാർത്ത എപ്പോഴും ആദി പിടിച്ച് ഓടി നടന്ന് പണിയെടുക്കുന്നവളാ. മറിയ എപ്പോഴും പ്രാർത്ഥിക്കുന്നവളാ, ദൈവത്തിന്റെ കാൽക്കൽ ഇരിക്കുന്നവളാ. അവൾ ഓടി വന്നു എന്റെ കർത്താവിന്റെ കാൽക്കൽ വീണിട്ട് കർത്താവിനോട് പറഞ്ഞു, എന്റെ തമ്പുരാനെ, എനിക്കറിയാം എന്റെ കർത്താവോട് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. അവൾ കരയുന്നത് കണ്ടപ്പോ അതുവരെയും മാർത്തയോട് സംസാരിച്ചിട്ട് എന്റെ കർത്താവ് കരഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷപാതമൊന്നുമല്ല. തമ്പുരാന്റെ കാൽക്കരിക്കുന്നവരെ കണ്ണുനീര് വന്നാല് കർത്താവിന് കരച്ചിൽ വരും. കർത്താവിന്റെ കാൽക്കലിരുന്ന് കരയുന്നവര്, പ്രാർത്ഥിക്കുന്നവർക്ക് കരച്ചിൽ വന്നാല് തമ്പുരാന് കരച്ചിൽ വരും. കുഞ്ഞെ, നീ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോ, ദൈവത്തിൽ പോയിരുന്ന് നീ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും കണ്ടില്ലെന്ന് പറഞ്ഞാലും അത് കാണുന്ന കർത്താവ് പറയുക, നിന്റെ കണ്ണുനീര് ഞാൻ കാണുകയാ, അതിനെ ഞാൻ തുരുത്തിയിലാക്കി, അതിനെ ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്റെ കണ്ണുനീര് ഇത്രയും നീ രസത്തിൽ പൊഴിച്ചിട്ടുള്ളതാ. നിനക്കതിനൊക്കെ പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറിയേ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. പ്രൈസ് ദി ലോർഡ്. യേശു അവരോട് ചോദിച്ചു, മറിയേ, എവിടെയാ സഹോദരനെ വെച്ചിരിക്കുന്നത്? വാ, നമുക്ക് അങ്ങോട്ട് പോകാം. നിന്നോട് ഇനി വാദപ്രതിവാദത്തിന്റെ ആവശ്യമില്ല. കാരണം നിനക്ക് കിട്ടിയ സമയം മുഴുവനും നീ എൻ്റെ കാൽക്കൽ ഇരുന്നവളാ. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ വിശ്വാസമുണ്ട്. എന്റെ കാൽക്കരിരുന്നവൾക്ക് എന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട്, നീ എന്റെ അടുക്കലിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് നിന്നിൽ വിശ്വാസമുണ്ട്. മറിയേ, കല്ലറ എവിടെയെന്ന് കാണിച്ചതാ. അവരങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോ പ്രൈസ് ദി ലോർഡ് 39-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 39-40 വാക്യം. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, മാർത്തയെ, 4 അല്ല 40 ദിവസമാണേലും, കല്ലറയിൽ വെച്ചിട്ട് 40 ദിവസം കഴിഞ്ഞെങ്കിലും ഇനി ഒരിക്കലും അത് പുറത്തു വരത്തില്ല എന്ന് നീ വിധി എഴുതിയതാണേലും, ഇനി ഒരു അത്ഭുതത്തിന് സാധ്യതയില്ല എന്ന് നീ പലവട്ടം പറഞ്ഞു പഠിച്ചതാണേലും, കർത്താവ് ഇന്ന് പകൽക്കാലം പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു അല്ല പറഞ്ഞത് 4 ദിവസമായി കല്ലറി വെച്ചിട്ട് നാറ്റം വന്നു എന്ന്. യേശു അല്ല പറഞ്ഞത്. മറിയല്ല അത് പറയത്തില്ല. മറിയയ്ക്ക് അത് പറയത്തില്ല. കാര്യം എന്തുവാ? മറിയയ്ക്കറിയാം കർത്താവ് തൊട്ടതാ. പ്രൈസ് ദി ലോർഡ്. എത്ര പഴക്കമുണ്ടെങ്കിലും, സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണെങ്കിലും അതിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് മറിയയും അത് പറയത്തില്ല. അവൾ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് കർത്താവിന്റെ കാൽക്കലിരുന്ന് പഠിച്ചവളാ. അവൾ ആത്മീയ സ്ത്രീയാ. അവൾ പ്രാർത്ഥിക്കുന്നവളാ. അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവളാ. അവൾക്കത് പറയാൻ പറ്റത്തില്ല. ഒരു ആത്മീയൻ, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല് ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക്, ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വിരോധമായി നമ്മുടെ നാവ് കൊണ്ടൊന്നും പറയരുത്. അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവിൽ വരരുത്. പ്രൈസ് ദി ലോർഡ്. മാർത്തയെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു കല്ല് ഉരുട്ടി വെച്ചോട് പറയുക, ആ കല്ലറക്കിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുവൻ. എന്തിനാ? എന്നോട് പ്രാർത്ഥിച്ചവൾ ഇവിടെ നിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കാൽക്കലിരുന്നവള് ഇവിടെ നിപ്പുണ്ട്. കിട്ടിയ സമയം മുഴുവനും ആദ്യ പിടിച്ച് ലോകത്തുള്ള സകല മനുഷ്യരും അവരുടേതായ കാര്യങ്ങളിൽ ഓടി നടക്കുമ്പോൾ എൻ്റെ അടുക്കൽ വന്നിരുന്ന്, എൻ്റെ കാൽക്കൽ വന്നിരുന്ന് മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ച ഒരു കൊച്ചുവിടെ നിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവളെ നോക്കിയിട്ട് കർത്താവ് പറയുക, അവളെ കണ്ണുനീര് കാണുമ്പോൾ സ്വർഗം കൂടെ കരയുക. അവളെ കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരിക. മറിയ കരയുന്നത് കണ്ടപ്പോൾ കർത്താവും കരഞ്ഞു എന്ന പുസ്തകം പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ കാൽക്കലിരുന്ന് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ മനസ്സറിയുന്ന, കർത്താവിനോട് സമാസമയവും പ്രാർത്ഥിക്കുന്ന മറിയ കരഞ്ഞപ്പോൾ കർത്താവും കൂടെ കരഞ്ഞു. എന്നിട്ട് പറയേ, മറിയേ, നീ എനിക്ക് കല്ലറ കാണിച്ചതാ. നിന്റെ വിഷയം നീ എനിക്കൊന്ന് കാണിച്ചതാ. നിന്റെ വിഷയം നീ എനിക്കൊന്ന് തൊട്ട് കാണിച്ചതാ. നിന്റെ വിഷയമുള്ള സ്ഥലത്തേക്ക് നീ ഒന്നൊന്ന് കൂട്ടിക്കൊണ്ടുപോ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നീ എൻ്റെ കൂടെ ഒന്ന് വാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയമൊന്ന് എൻ്റെ കൈകളിലേക്ക് ഒന്ന് താ. അതിനെ അടച്ചു വെച്ചിരിക്കുന്ന കല്ലുകൾ ഞാനിന്ന് തുറന്ന് മാറ്റുവാനായിട്ട് പോവുകയാണ്. നടക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്റെ പോയി ഇന്ന് പകൽക്കാലം കർത്താവ് ഒന്ന് തൊടാൻ പോവുകയാണ്. അതുകൊണ്ട് റോമലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ചത്തതിനെ ജീവിപ്പിപ്പാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന
ദൈവശക്തിയിൽ അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഇന്ന് പകൽക്കാലം സകലത്തെയും പുതുതാക്കാൻ കഴിയുന്ന ദൈവശക്തി നമ്മുടെ വിഷയങ്ങളെ തൊടുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പറഞ്ഞ് എത്ര പഴക്കമാണേലും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാൽ നന്ദി കർത്താവേ. 4 ദിവസമായി നാറ്റം വെച്ചു, ഇനി അത്ഭുതങ്ങളൊന്നും നടക്കത്തില്ല. കണ്ടുവന്ന പലരും പറഞ്ഞു, ഓ ലാസർ മരിച്ചുപോയി, ഇനി ലാസർ മടങ്ങി വരത്തില്ല. കർത്താവ് പറയുക, പ്രാർത്ഥിക്കുന്നവനെ നീ അങ്ങനെ വിശ്വസിക്കരുത്. നീ ആ സാഹചര്യവുമായി പൊരുത്തപ്പെടരുത്. ഇതെന്റെ വിധി എന്ന് പറഞ്ഞ് കീഴടങ്ങരുത്. ദൈവത്തോട് പറ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിൽ അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ ഞാൻ പൂർണ്ണമായും വിട്ടുകളയുക. ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ വിശ്വാസത്തിന്, എൻ്റെ അത്ഭുതത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അവിശ്വാസത്തിന്റെ കെട്ടുകളെയും ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ട് എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ രോഗം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിൽ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ ജോലി സ്ഥലത്ത് അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറയിൽ വിടുതൽ നടക്കട്ടെ. കർത്താവേ, ചത്തതിനെ ജീവിപ്പിക്കാനും ഇല്ലാത്തതിനുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന ദൈവശക്തിയാൽ കർത്താവേ ഞങ്ങളെ പൊതിയണം അപ്പ.